കിരീടമൂർധതിലക പ്രോൽവാസിവാലാന്തര കാരുണ്യാകുല നേത്രമാദ്രഹസിതോളാസം സുണാസാപുട രണ്ടോ ജന്മകരാഭകുണ്ടലയുഗം കണ്ടോ ജ്വലൽ കൗസ്തുഭ തദ്രൂപം മനമാല്യഹാരപടല ചേവൽ സതി പ്രംഭജേ.
ധന്യരാക്കുന്ന നീയൊന്നു തന്നെ ഞങ്ങൾക്കു തമ്പുരാൻ. ആഴിയും തിരയും കാറ്റും ആഴവും പോലെ ഞങ്ങളും മായയും നിൻ മഹിമയും നീയുമെന്നുള്ളിലാകണം. നീയല്ലോ സൃഷ്ടിയും സ്രഷ്ടാവായതും സൃഷ്ടിജാലവും. നീയല്ലോ ദൈവമേ സൃഷ്ടിക്കുള്ള സാമഗ്രിയായതും. നീയല്ലോ മായയും മായാവിയും മായാവിനോദനും. നീയല്ലോ മായയെ നീക്കി സായുജ്യം നൽകുമാര്യനും. നീ സത്യം ജ്ഞാനമാനന്ദം. നീ തന്നെ വർത്തമാനവും ഭൂതവും ഭാവിയും വിരലോതും മൊഴിയുമോർക്കിൽ നീ. അകവും പുറവും തിങ്ങും മഹിമാവാർന്ന നിൻ പദം പുകഴ്ത്തുന്നു ഞങ്ങളങ്ങു. ഭഗവാനേ ജയിക്കുക ജയിക്കുക മഹാദേവ ദീനാവനപരായണ. ജയിക്കുക ചിദാനന്ദ ദയാസിന്ധോ. ജയിക്കുക ആഴമേറും നിൻ മഹസ്സാം ആഴിയിൽ ഞങ്ങളാകവേ. ആഴണം വാഴണം നിത്യം വാഴണം വാഴണം സുഖം. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരംപരാം. സംപൂജ്യരായ സന്യാസി ശ്രേഷ്ഠരെ, വിശിഷ്ട അതിഥികളെ, സഹോദരീ സഹോദരന്മാരെ, സ്നേഹമുള്ള നാട്ടുകാരെ, നിങ്ങൾക്കെല്ലാവർക്കും നമസ്കാരം. സനാതന ധർമ്മപരിഷത്ത് പാർളം മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ആചാര്യവന്ദനം വിചാരസന്ധ്യ എന്ന ആധ്യാത്മിക സദസ്സിന് വേദി ഒരുങ്ങിയിരിക്കുകയാണ്. നമ്മുടെ ഗ്രാമത്തിൻ്റെ തട്ടകത്തമ്മയായ പയങ്കൽ ഭഗവതിയുടെ തിരുസന്നിധിയിൽ വച്ച് ഇത്തരമൊരു സത്സംഗത്തിനും ആധ്യാത്മിക പ്രഭാഷണങ്ങൾക്കും വേദിയൊരുക്കുവാൻ കഴിഞ്ഞതിൽ ഞങ്ങൾക്ക് അതിയായ സന്തോഷമുണ്ട്. 5ാമത് ആറാട്ടുപുഴ ഹിന്ദുമഹാസമ്മേളനത്തിൻ്റെ മുന്നോടിയായി സമീപ പ്രദേശങ്ങളിലെ വിവിധ കേന്ദ്രങ്ങളിൽ നടക്കുന്ന സത്സംഗങ്ങളുടെ ഭാഗമായി പാർളം പഞ്ചായത്ത് തലത്തിൽ സനാതന ധർമ്മവിശ്വാസികൾ ഒത്തുചേർന്നിരിക്കുന്ന ധന്യമായ സദസ്സാണിത്. അജ്ഞാനത്തിൻ്റെ അന്ധകാരത്തിലേക്ക് ആണ്ടുപോയ മനുഷ്യ മനസ്സുകളിലേക്ക് ആത്മീയതയുടെയും നവോത്ഥാനത്തിൻ്റെയും പ്രകാശം ചൊരിഞ്ഞ് സമുദ്ധരിച്ച നമ്മുടെ ആത്മീയ ആചാര്യന്മാരെ വന്ദിക്കാനുള്ള വേദി കൂടിയാണിത്. ജഗദ്ഗുരു ശ്രീ ശങ്കരാചാര്യർ, വിദ്യാധിരാജ ചട്ടമ്പിസ്വാമികൾ, ശ്രീ നാരായണ ഗുരുസ്വാമികൾ,
മഹാത്മാ അയ്യങ്കാളി, ശ്രീ ശുഭാനന്ദ ഗുരു തുടങ്ങിയ ആധ്യാത്മിക ആചാര്യന്മാർ മാനവ രാശിക്ക് നൽകിയിട്ടുള്ള ദർശനങ്ങളുടെയും അമൂല്യമായ സന്ദേശങ്ങളുടെയും അന്തസത്ത പുതിയ തലമുറയ്ക്ക് പകർന്നു നൽകി പ്രബുദ്ധരാക്കുക എന്നതാണ് സനാതനധർമ്മത്തിന് കോട്ടം വരാതെ സംരക്ഷിക്കുകയും ചെയ്യുക എന്നതാണ് ഈ സത്സംഗത്തിൻ്റെ പരമപ്രധാനമായ ലക്ഷ്യം. ഇവിടെ സന്നിഹിതരായിരിക്കുന്ന സംപൂജ്യരായ സ്വാമി സന്യാസി ശ്രേഷ്ഠന്മാരെയും വിശിഷ്ട അതിഥികളെയും എല്ലാ ശ്രോതാക്കളെയും സ്വാഗതം ചെയ്യുക എന്നതാണ് എൻ്റെ കർത്തവ്യം. ധന്യമായ ഈ ആധ്യാത്മിക സദസ്സിൽ അധ്യക്ഷത വഹിക്കുന്നത് പൂജനീയ സ്വാമി പുരുഷോത്തമാനന്ദ സരസ്വതി സ്വാമികളാണ്. ചേറുശ്ശേരി വിവേകാനന്ദ സേവാകേന്ദ്രത്തിൻ്റെ അധ്യക്ഷനാണ് സ്വാമിജി. ആറാട്ടുപുഴ സനാതന ധർമ്മപരിഷത്തിൻ്റെ രക്ഷാധികാരിയാണ്. കഴിഞ്ഞ 4 വർഷമായി നടന്നുവരുന്ന ആറാട്ടുപുഴ ഹിന്ദു മഹാസമ്മേളനത്തിൻ്റെ നെടുനായകത്വം വഹിക്കുന്നത് സ്വാമിജിയാണ്. ഇവിടെ ഇത്തരമൊരു ആധ്യാത്മിക സദസ്സ് സംഘടിപ്പിക്കുന്നതിന് പ്രേരണയും പ്രചോദനവും നൽകിയത് സ്വാമിജിയാണ്. മുഴുവൻ സമയവും ആധ്യാത്മിക പ്രചരണത്തിനായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആരാധ്യനായ പുരുഷോത്തമാനന്ദ സരസ്വതി സ്വാമികളെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഈ ആധ്യാത്മിക സദസ്സ് ഉദ്ഘാടനം ചെയ്യുന്നത് സംപൂജ്യ സ്വാമി ഭൂമാനന്ദ തീർത്ഥജി മഹാരാജാണ്. പാറളം പഞ്ചായത്തിൽ വെങ്ങിണിശ്ശേരിയിലെ നാരായണാശ്രമ തപോവനം അധ്യക്ഷനാണ് സ്വാമിജി. 23-ാം വയസ്സിൽ സന്യാസം സ്വീകരിച്ച് അനശ്വരമായ ജ്ഞാനത്തിൻ്റെ മഹിമയെ മാനവരാശിക്ക് നൽകി വരുന്നു. 63 വർഷമായി സന്യാസ ജീവിതം നയിക്കുന്ന സ്വാമിജി രാജ്യത്തിൻ്റെ അകത്തും വിദേശ രാജ്യങ്ങളിലും വേദാന്തം, ഉപനിഷത്ത്, ഭഗവത്ഗീത, ഭാഗവതം തുടങ്ങിയവയെ അടിസ്ഥാനമാക്കി പ്രഭാഷണം നടത്തി വരുന്നു. സ്വാമിജി നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്തു വരുന്നു. കഴിഞ്ഞ 2 വർഷവും പ്രളയത്തെ തുടർന്ന് നിരാലംബരായവർക്ക് സഹായം നൽകുന്നതിന് സ്വാമിജി മുന്നിട്ടിറങ്ങി പ്രവർത്തിക്കുകയുണ്ടായി. വർഷം തോറും ആയിരക്കണക്കിന് പാവപ്പെട്ടവർക്ക് അന്നവസ്ത്രദാനം നടത്തി വരുന്നു. ഐകുന്ന് പാണ്ഡവഗിരി ക്ഷേത്രത്തിൻ്റെ സംരക്ഷണത്തിനും ഇന്നത്തെ അഭിവൃദ്ധിക്കും വേണ്ടി സ്വാമിജി നിസ്തുലമായ സേവനമാണ് കാഴ്ചവെച്ചിട്ടുള്ളത്. പാർലിക്കാട് നൈമിഷാരണ്യത്തിൽ 18 വർഷമായി നടന്നുവരുന്ന ഭാഗവത സത്രത്തിൻ്റെ നെടുനായകത്വം വഹിക്കുന്നത് സ്വാമിജിയാണ്. 86-ാം വയസ്സിലും സ്വാമിജി ഊർജ്ജസ്വലതയോടെ കർമ്മരംഗത്തുണ്ട്. സംപൂജ്യ സ്വാമി ഭൂമാനന്ദ സ്വാമി മഹാരാജിനെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഈ പരിപാവനമായ സദസ്സിൽ മുഖ്യപ്രഭാഷണം നടത്തുന്നത് കൊളത്തൂർ അദ്വൈതാശ്രമം രക്ഷാധികാരി സംപൂജ്യ സ്വാമി ചിദാനന്ദപുരി മഹാരാജാണ്. ആധുനിക കേരളത്തിൻ്റെ ആധ്യാത്മിക ആചാര്യന്മാരിൽ ഏറെ ശ്രദ്ധേയനാണ് ചിദാനന്ദപുരി സ്വാമികൾ. സനാതനധർമ്മത്തിൻ്റെ സംരക്ഷണത്തിനായി ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് പ്രവർത്തിക്കുന്ന സന്യാസി വര്യനാണ് സ്വാമിജി. 1989-ൽ സന്യാസി ജീവിതം ആരംഭിച്ച് 1992-ൽ കൊളത്തൂർ അദ്വൈതാശ്രമം സ്ഥാപിച്ചു. സനാതനധർമ്മത്തിൻ്റെ സ്ഥാപകനും രക്ഷാധികാരിയുമാണ്. സനാതനധർമ്മ ട്രസ്റ്റിൻ്റെ സ്ഥാപകനും രക്ഷാധികാരിയുമാണ് ചിദാനന്ദപുരി സ്വാമി. നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തി വരുന്നു. 2005 മുതൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സനാതനധർമ്മ പരിഷത്തിൻ്റെ വിസിറ്റിംഗ് പ്രൊഫസറാണ്. ഭാരതീയ തത്വശാസ്ത്രങ്ങളിൽ അഗാധ പാണ്ഡിത്യമുള്ള സ്വാമിജി ഒരു ഉജ്ജ്വല വാഗ്മി കൂടിയാണ്. സ്വാമിജി ഇന്ത്യക്കകത്തും വിദേശ രാജ്യങ്ങളിലും നിരന്തരം ആധ്യാത്മിക പ്രഭാഷണം നടത്തി വരുന്നു. ചിദാനന്ദപുരി സ്വാമിജിയെ ആദരവോടെ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഈ സദസ്സിൽ അനുഗ്രഹം പ്രഭാഷണം നടത്തുന്നതിന് 3 സന്യാസി ശ്രേഷ്ഠന്മാർ ഇവിടെ സന്നിഹിതരായിട്ടുണ്ട്. ഒന്നാമതായി അനുഗ്രഹ പ്രഭാഷണം നടത്തുന്നത്
വർക്കല ശിവഗിരി മഠം പെരിങ്ങോട്ടുകര മഠാധിപതി ബ്രഹ്മസ്വരൂപാനന്ദ സ്വാമികളാണ്. ശ്രീനാരായണ ഗുരുദേവൻ സ്ഥാപിച്ച വർക്കല ശിവഗിരി മഠം സന്യാസി പരമ്പരയിലെ ഒരംഗമാണ് സ്വാമിജി. ഹിമാലയത്തിൽ പോയി ഭഗവത്ഗീത, ഉപനിഷത്ത്, ബ്രഹ്മസൂത്രം എന്നിവ അധ്യയനം ചെയ്ത് ഇപ്പോൾ കേരളത്തിൽ വന്ന് പെരിങ്ങോട്ടുകര ആശ്രമത്തിൻ്റെ ചുമതല വഹിക്കുന്നു. ഗുരുദേവ കൃതി ക്ലാസ് എടുക്കുന്ന ശിവഗിരി മഠത്തിൻ്റെ വക്താവാണ് സ്വാമിജി. ബ്രഹ്മസ്വരൂപാനന്ദ സ്വാമിജികളെ അനുഗ്രഹ പ്രഭാഷണത്തിനായി ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. രണ്ടാമതായി അനുഗ്രഹ പ്രഭാഷണം നടത്തുന്നത് തൃപ്രയാർ കപിലാശ്രമം അധ്യക്ഷൻ സ്വാമി തേജസ്വരൂപാനന്ദ സരസ്വതി സ്വാമികളെയാണ്. തൃപ്രയാർ ക്ഷേത്രത്തിനടുത്ത് ആശ്രമം സ്ഥാപിച്ച് ആധ്യാത്മിക പ്രവർത്തനം നടത്തി വരുന്നു. ആറാട്ടുപുഴ ഹിന്ദു മഹാസമ്മേളനത്തിൻ്റെ ജനറൽ കൺവീനർ കൂടിയാണ് സ്വാമിജി. യോഗ പരിശീലനത്തിൽ പ്രാഗൽഭ്യം നേടിയിട്ടുള്ള സ്വാമിജി യോഗ ക്ലാസുകൾ നടത്തി വരുന്നു. അതിന് നേതൃത്വവും നൽകുന്നു. മദ്യനിരോധന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി വരുന്നു. ഒരു മികച്ച പ്രഭാഷകനാണ് സ്വാമിജി. അനുഗ്രഹ പ്രഭാഷണത്തിനായി സ്വാമിജിയെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. മൂന്നാമതായി അനുഗ്രഹ പ്രഭാഷണം നടത്തുന്നത് സ്വാമി തത്വരൂപാനന്ദ സരസ്വതി സ്വാമികളാണ്. പള്ളിപ്പുറത്ത് ജനകജനനി ഗുരുകുലം സ്ഥാപിച്ച് ആധ്യാത്മികവും ജീവകാരുണ്യപരവുമായ പ്രവർത്തനങ്ങൾ നടത്തി വരുന്നു. 1989 നാരായണാശ്രമ തപോവനത്തിൽ സംപൂജ്യ ഭൂമാനന്ദ തീർത്ഥ സ്വാമിജിയിൽ നിന്നും ബ്രഹ്മചര്യ ദീക്ഷയെടുത്തു. 1995 മുതൽ ഭാരതീയ തത്വശാസ്ത്രങ്ങളുടെ പഠനം നടത്തി 2003 സന്യാസം സ്വീകരിച്ചു. 2006 തിരുവനന്തപുരത്ത് ഗുരുകുലം സ്ഥാപിച്ച് ആധ്യാത്മിക പ്രവർത്തനം നടത്തി വരുന്നു. 2017 മുതൽ പള്ളിപ്പുറത്ത് ജനകജനനി ഗുരുകുലം സ്ഥാപിച്ച് ഭാരതീയ തത്വശാസ്ത്രങ്ങളെക്കുറിച്ച് ക്ലാസ് എടുക്കുന്ന സ്വാമിജി രാജ്യത്തിനകത്തും വിദേശ രാജ്യങ്ങളിലുമായി പ്രഭാഷണം നടത്തി വരുന്നു. സ്വാമിജിയെ ആദരപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഈ സദസ്സിൽ നന്ദി പ്രകടനം നടത്തുന്നത് സനാതനധർമ്മ പരിഷത്ത് പാർലമെന്റ് മേഖലാ കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ KR ഗംഗാധരനാണ്. ഈ ആധ്യാത്മിക സദസ്സ് സംഘടിപ്പിക്കുന്നതിന് ആവശ്യമായ പ്രവർത്തനങ്ങൾ നടത്തിയ പ്രസിഡന്റിൻ്റെ നേതൃത്വത്തിലുള്ള കമ്മിറ്റി ഭാരവാഹികളെയും എല്ലാ പ്രവർത്തകരെയും ഈ സദസ്സിൽ പങ്കെടുക്കാനെത്തിയിട്ടുള്ള വിശിഷ്ട അതിഥികളെയും നാട്ടുകാരെയും എല്ലാ ശ്രോതാക്കളെയും പത്രമാധ്യമ പ്രവർത്തകരെയും ആദരവോടെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. അതിൻ്റെ ആധ്യാത്മിക സമ്പത്ത് കൊണ്ടാണ് സ്വാമി വിവേകാനന്ദൻ പാശ്ചാത്യ പര്യടന സമയത്ത് ഒരു കൈമാറ്റത്തെക്കുറിച്ച് സംസാരിച്ചു. നിങ്ങൾക്ക് ആധ്യാത്മിക മൂല്യങ്ങൾ ഞങ്ങൾ തരുമ്പോൾ നിങ്ങളുടെ സാങ്കേതിക വിദ്യ ഭാരതത്തിനും കൈമാറ്റം ചെയ്തുകൊണ്ട് ആ പാരസ്പര്യത്തിൽ നമുക്ക് ലോകത്തിന് പുരോഗതിയിലേക്ക് നയിക്കാം എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. ഭാരതത്തിന് ലോകത്തിന് കൊടുക്കാനുള്ളത് പൈതൃകം ഈ ആത്മീയതയാണ്. ആ ആത്മീയതയെ ലോകം ആവോളം ഹൃദയപൂർവ്വം സ്വീകരിച്ചു വരുന്നു. സ്വാമി വിവേകാനന്ദനും ചിന്മയാനന്ദ സ്വാമിജിക്കും ശേഷം ഒട്ടേറെ ആധ്യാത്മിക ആചാര്യന്മാർ അവിടെ താമസിച്ചും സന്ദർശിച്ചും ഒക്കെ ആധ്യാത്മിക പ്രവർത്തനം നടത്തി വരുന്നു. ആധ്യാത്മിക സങ്കേതങ്ങൾ അമേരിക്കയിലും കാനഡയിലും അങ്ങനെയുള്ള രാജ്യങ്ങളിലൊക്കെ വളരെ സമ്പന്നമായി പ്രവർത്തിച്ചു വരുന്നു. അവിടെ വരുന്ന ആൾക്കാർ ഈ കേരളത്തിൽ പോലും വന്ന ആധ്യാത്മിക സങ്കേതങ്ങളിൽ അഭയം തേടുന്നു. ഇത്രയൊക്കെ ഞാൻ പറയാൻ കാരണം അത്രമാത്രം ആത്മീയതയ്ക്ക് പ്രഭാവവും പ്രചാരവും കിട്ടുമ്പോൾ അതിനെവിടെയെങ്കിലും ലോപം ഉണ്ടെങ്കിൽ അത് ഈ ഭാരതത്തിലാണ്, വിശേഷം കേരളത്തിലാണ്. അപ്പൊ കേരളത്തിൽ ഇനി ലോപം സംഭവിക്കുന്നു എന്നത് എന്തുകൊണ്ട് എന്നതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മെ നയിച്ച ആചാര്യന്മാരെ വിസ്മരിച്ചതാണ് അടിസ്ഥാനപരമായ കുഴപ്പം. ഗുരുത്വക്കേടെന്ന് പറഞ്ഞാൽ അതാണ് ശരി. ഗുരുക്കന്മാരെ മാനിക്കാതെ പോയപ്പോൾ താന്തോന്നിത്വം കാണിച്ചു തുടങ്ങിക്കഴിഞ്ഞപ്പോൾ നമ്മളൊക്കെ വഴിതെറ്റിപ്പോയി. അതുകൊണ്ട് ആ ദിശയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി
നമ്മൾ ശ്രമിക്കുകയാണ്. ഈ ഗുരുവന്ദന പരിപാടിയുടെ ഏറ്റവും വലിയ ലക്ഷ്യം അതാണ്.